നല്ല കിടിലൻ ചൂട് പക്കവട റെഡി ആയിട്ടുണ്ട്, ചിക്കൻ പക്കവട. അപ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച എല്ലില്ലാത്ത ചിക്കൻ്റെ പീസുകളാണ്. ഇതിലേക്ക് ഒരു സവാള നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുത്ത് കുഞ്ഞ് പീസായിട്ടെടുത്ത് നമ്മുടെ ഒരു സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്, ഒരു പച്ചമുളകും പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് നുറുക്കിയതും, ഗരം മസാല, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ഇനി മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് എരിവിൻ്റെ നോക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കടലപ്പൊടിയാണ്. മൈദയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം നോക്കാം. അത് നല്ല ലൂസ് ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ എടുക്കേണ്ട, അതിൻ്റെ ഒരു പകുതി പീസ് എടുത്തിട്ട് ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നല്ലൊരു ചൂട് കട്ടിയുള്ള പാത്രം വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തേക്കുന്നത്. ഇത് കുഞ്ഞതായിട്ട് ഉരുളകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ചൂട് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മുരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ചിക്കൻ പക്കവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ചിക്കൻ മേടിക്കുമ്പോൾ കുറച്ച് എല്ലില്ലാത്ത പീസൊക്കെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാനായിട്ട്. നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് പുറത്തേക്ക്. നല്ലൊരു ചൂട് കട്ടൻ കാപ്പിയൊക്കെ എടുത്തിട്ട് നമുക്കിതൊന്ന് പുറത്ത് പോയിരുന്ന് ആസ്വദിച്ച് കഴിച്ചും കുടിച്ചും ഒക്കെ ഇരിക്കാം. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറക്കാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.